ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സജൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ചിക്കൻ കബ്സ. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കിയാലോ. 4 സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, 2 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചിയുടെ പേസ്റ്റ്, 3 പഴുത്ത തക്കാളി. ഇത് ഞാൻ മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തതാണ്. തക്കാളിയുടെ പേസ്റ്റ് ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഇല്ലെങ്കിൽ തക്കാളി ഒന്ന് പുഴുങ്ങിയിട്ട് അതിന്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് മിക്സിയിൽ അടിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഇതിപ്പോ ഞാൻ പ്ലെയിൻ ആയ തക്കാളി ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തതാണ്. ഇനി 2 ഉണങ്ങിയ ചെറുനാരങ്ങ വേണം. ഇത് കടയിൽ വാങ്ങിക്കാൻ കിട്ടും, അങ്ങനെ വാങ്ങിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നാരങ്ങ ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം. ഇതിലേക്ക് എന്തായാലും വേണം, നിർബന്ധമാണ്. ഇതിന്റെ ഫ്ലേവറിന് ഇത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ ഇത് എന്തായാലും സ്കിപ്പ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇനി ഇതിലേക്ക് അതേപോലെ വളരെ അത്യാവശ്യമുള്ളതാണ് 4 ടീസ്പൂൺ കബ്സ മസാല. ഇത് നമുക്ക് ഓൺലൈൻ സ്റ്റോറിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും, ചിലപ്പോൾ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ ഉണ്ടാവാൻ മതിയാവും നാട്ടിലാണെങ്കിൽ. ഇവിടെയൊക്കെ ആണെങ്കിൽ കാരിഫോറിലുണ്ട്, സ്പൈസസ് വെക്കുന്ന അവിടെ പോയി കഴിഞ്ഞാൽ ലൂസായിട്ട് തന്നെ വാങ്ങിക്കാൻ കിട്ടും. 100 ഗ്രാംസ് ഒക്കെ വാങ്ങിച്ചാൽ തന്നെ അത്യാവശ്യത്തിനുണ്ടാവും. ഇതും ഇതിലേക്ക് മസ്റ്റാണ്. ഇനി ഞാനിവിടെ 3 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ഇതേപോലെ കുറച്ച് നീളമുള്ള ബസ്മതി റൈസ്. ഇനി ഇത് നമുക്കൊന്ന് സോക്ക് ചെയ്ത് വെക്കാം. നമ്മൾ നെയ്ച്ചോറൊക്കെ ആക്കുമ്പോൾ ചിലപ്പോൾ സോക്കൊക്കെ ചെയ്ത് വെക്കാറുണ്ടല്ലോ, അതേപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിരാൻ വേണ്ടി വെക്കാം. ഇതൊരു 1 മണിക്കൂറൊക്കെ ഒന്ന് കുതിരാൻ വെക്കുന്നത് നന്നായിരിക്കും. ഇനി ഞാൻ കബ്സ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിന്റെ പാത്രം ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ്ക്ക് പകരം വേണമെങ്കിൽ ബട്ടർ ഉപയോഗിക്കാം കേട്ടോ. ഞാനിവിടെ നെയ്യ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന സവാള ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴന്ന് വരണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം, പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സവാള ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതൊന്ന് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം, പെട്ടെന്ന് തന്നെ വഴന്ന് വന്നോളൂ. അപ്പൊ ഇത് മൂടി വെച്ചിട്ട് ഒന്ന് വഴന്ന് വരുന്നവരെ കാത്തിരിക്കാം. ഉള്ളി ഇപ്പോൾ ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന തക്കാളിയുടെ പ്യൂരി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എല്ലാ സൈഡിലേക്കും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ പച്ച തക്കാളി തന്നെ മിക്സിയിൽ അടിച്ച് ഒഴിച്ചു കൊടുത്താണ്. അപ്പൊ അത് കുറച്ച് ടൈം ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു 1 മിനിറ്റ് ഒക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ, നല്ലതൊന്ന് ജസ്റ്റ് വെന്ത് വരുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്നും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് 1 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് കബ്സ മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഇവിടെ 2 ടീസ്പൂണാണ് ഇപ്പൊ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ബാക്കിയുള്ള 2 ടീസ്പൂൺ നമുക്ക് ചിക്കൻ ഇട്ടിട്ട് അതിന്റെ കൂടെ ഒന്നിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇതിൽ 2 ടീസ്പൂൺ മാത്രം ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാ സൈഡിലേക്കൊന്ന് മസാല ആക്കി കൊടുക്കുക. നമ്മളിതിൽ വേറെ ഒരു സ്പൈസസും ചേർക്കുന്നില്ല, ഈ കബ്സ മസാല മാത്രമാണ് ചേർക്കുന്നത്. ഇത് നമുക്ക് വീട്ടിലുണ്ടാക്കാനും പറ്റും കേട്ടോ. കബ്സ മസാല മല്ലിയാണല്ലോ, നമ്മുടെ പച്ചമല്ലി, അത് വെച്ചിട്ടാണ് മെയിനായിട്ട് കബ്സ മസാല ഉണ്ടാക്കുന്നത്. ഇതിപ്പോ ഞാൻ ഇവിടെ വാങ്ങിച്ചാണ്, നമുക്ക് വീട്ടിലുണ്ടാക്കാനാണെങ്കിലും വളരെ എളുപ്പം തന്നെയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ഉണങ്ങിയ ചെറുനാരങ്ങ ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവാണ്. അത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇതേപോലെ ഒരു ചെറിയ ഹോൾ ഇട്ട് കൊടുക്കുക. ഈ ചെറുനാരങ്ങയുടെ ഫ്ലേവർ ഒക്കെ ഇതിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. അങ്ങനത്തെ 2 ചെറുനാരങ്ങ ഇട്ട് കൊടുക്കാം. ഈ ചെറുനാരങ്ങ എന്തായാലും മസ്റ്റാണ് കേട്ടോ, ഇതിന്റെ ആ പുളി ഇതിലേക്ക് വരണം. അതിന് വേണ്ടിയിട്ട് മറ്റേ ചെറുനാരങ്ങയുടെ ജ്യൂസ് ഒന്നും ഒഴിച്ചു കൊടുത്താലൊന്നും പറ്റില്ല. ഇതേപോലെ ഉണങ്ങിയ ചെറുനാരങ്ങ തന്നെ എടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3/4 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്, 750 ഗ്രാംസ്. ഇതേപോലെ വലിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. 7 വലിയ പീസായിട്ടാണ് ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചത്. കുറച്ച് വലിയ പീസ് തന്നെ ആയിട്ട് ഇട്ട് കൊടുക്കുക. കബ്സിലൊക്കെ പോയും വലിയ പീസ് ചിക്കനൊക്കെയാണ് ഉണ്ടാവുക. അപ്പൊ നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന മസാല ചിക്കന്റെ എല്ലാ സൈഡിലേക്കും ആക്കി കൊടുക്കുക. ബാക്കിയുള്ള 2 ടീസ്പൂൺ കബ്സ മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ, കാരണം വേറെ സ്പൈസസ് ഒന്നുമില്ല. അപ്പൊ മസാലയൊക്കെ എല്ലാ സൈഡിലേക്കും നന്നായിട്ട് വരണം. അപ്പൊ ചിക്കനിലേക്കും എല്ലാത്തിലേക്കും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഉണ്ടോ എന്ന് നോക്കാം, കാരണം ചിക്കനിലേക്കൊക്കെ ഉപ്പ് പിടിക്കണം. നമ്മൾ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി പോവാണ്.
ഉപ്പ് മിക്കവാറും കുറവായിരിക്കും. ചിക്കനിലേക്കുള്ള ഉപ്പും കൂടി വേണമല്ലോ. അപ്പൊ അതൊന്ന് ഉപ്പ് എത്രയുണ്ടെന്നുള്ളതൊന്ന് നോക്കി വെക്കാം. ഇനി ഇതൊന്ന് മൂടി വെക്കാം. മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിക്കാം. ചിക്കൻ ഒന്ന് നന്നായിട്ട് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇതിപ്പം ഇവിടെ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ചിക്കനൊക്കെ അത്യാവശ്യം വെന്തിട്ടുണ്ട്. ചിക്കനിലുള്ള വെള്ളമാണ് ഇത്. നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ചിക്കനിന്നൊക്കെ ഇറങ്ങിയ വെള്ളം തന്നെയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ചോറ് വേവിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ നെയ്ച്ചോറിനൊക്കെ എടുക്കുന്ന പോലെ തന്നെ നമ്മൾ എത്രയാണോ അരി എടുത്തത് അതിന്റെ ഇരട്ടിയാണ് സാധാരണ വെള്ളം ചേർത്ത് കൊടുക്കാറ്. ഇവിടെ ഞാൻ 3 കപ്പ് അരിയാണ് എടുത്തത്. അപ്പോൾ 6 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പക്ഷെ നമ്മുടെ ചിക്കനിന്നൊക്കെ കുറച്ച് വെള്ളം ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ 6 കപ്പ് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ വേവ് ഏറാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് 6 കപ്പിന് പകരം 5 കപ്പ് ഒഴിച്ചു കൊടുക്കാം. അതായത് 1 കപ്പ് കുറച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. കാരണം ചിക്കനിൽ നിന്നുള്ള വെള്ളം തന്നെ ഓൾറെഡി അതിലുണ്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ. വെള്ളം കൂടി പോകരുത്. കൂടിപ്പോയി കഴിഞ്ഞാൽ ചോറൊക്കെ വേവേറും, അതിന്റെ കൺസിസ്റ്റൻസി തന്നെ ഇല്ലാതാവും. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം. എപ്പോഴും 1 കപ്പ് കുറച്ചിട്ട് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് ഒന്ന് ശ്രദ്ധിക്കാം. ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ ഒന്നും കൂടി ഒന്ന് വേവാനാണ്. നേരത്തെ നമ്മൾ 10 മിനിറ്റ് വേവിച്ചിട്ടുള്ളൂ. അപ്പൊ ചിക്കന് കുറച്ചും കൂടി ഒന്ന് വേവാനുണ്ടാവും. അപ്പൊ ഇത് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടി ഒന്ന് വേവിക്കാം. ഗ്യാസ് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കേട്ടോ ഇതൊക്കെ ചെയ്യേണ്ടത്. അപ്പൊ ഇതിപ്പോ ഇവിടെ 5 മിനിറ്റ് ആയി. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ചിക്കൻ ഇപ്പോൾ ഇവിടെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതിന്ന് ചിക്കൻ എടുത്ത് മാറ്റിയിട്ട് വേണം ചോറിനുള്ള അരി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിന്ന് നമുക്ക് എല്ലാ ചിക്കന്റെ പീസും ഒന്ന് മാറ്റി വെക്കാം. ഞാനിവിടെ ചിക്കന്റെ എല്ലാ പീസും കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ച് സവാളയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ സ്പൂൺ കൊണ്ട് ഒന്ന് നീക്കിയിട്ട് ആ വെള്ളത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ചോറിനുള്ള അരി കഴുകിയിട്ട് വൃത്തിയാക്കി വെച്ച് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൽ വെള്ളമൊന്നും ഉണ്ടാവരുത്. വെള്ളം ഫുള്ള് വടിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അരി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഉപ്പൊന്ന് ഉണ്ടോന്ന് ശ്രദ്ധിക്കുക. ചോറിലേക്കുള്ള ഉപ്പും കൂടി വേണം. ഉപ്പ് ഒരുപാട് കൂടരുത്. പക്ഷെ അത്യാവശ്യത്തിനുള്ള ഉപ്പുണ്ടോന്ന് ഒന്നും കൂടി ഒന്ന് നോക്കിയിട്ട് ഉപ്പുണ്ടെന്നൊന്ന് നോക്കി വെക്കാം കേട്ടോ. ഇത് എല്ലാം കൂടി ഒന്ന് ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചിട്ട് വേവിക്കാം. ഈ വെള്ളം ഫുള്ള് വറ്റി വന്നു കഴിഞ്ഞാൽ ചോറ് വെന്തിട്ടുണ്ടാവും. അപ്പൊ ഇടയ്ക്ക് തുറന്നിട്ടൊന്ന് ജസ്റ്റ് നോക്കിയാൽ മതി വെള്ളം ഉണ്ടോന്നൊക്കെ. വെള്ളം ഫുള്ള് വറ്റിക്കഴിഞ്ഞാൽ നമ്മൾ നെയ്ച്ചോറൊക്കെ ആക്കുന്ന പോലെ തന്നെ ചോറ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോന്നൊക്കെ നോക്കിക്കഴിഞ്ഞതിന് ശേഷം ഇവിടെ കുറച്ചും കൂടി ഞാൻ ഉപ്പിട്ട് കൊടുക്കുകയാണ്. കുറച്ച് ഉപ്പ് കുറവുണ്ട്. നമുക്കിത് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കാം. ബസ്മതി റൈസ് ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പൊ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കാം. വെള്ളം വറ്റിയിട്ട് അടി പിടിക്കരുത്, അതൊന്ന് ശ്രദ്ധിക്കാം. ഇതിവിടെ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ചിക്കൻ ഒന്നും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കണം. കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ഒന്ന് ചേർത്തിട്ട്, ഉപ്പ് അല്പം മതി, ചിക്കനിൽ ഓൾറെഡി ഉപ്പുണ്ടാവും. രണ്ടും കൂടി ഒന്ന് ചേർത്തിട്ട് ചിക്കനിൽ ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് തടവിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ ചിക്കൻ ഒന്നും കൂടി ഒരു ഫ്രൈ പാനിലിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കുറച്ചും കൂടി ഒന്ന് കളറൊക്കെ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാനിൽ ഗ്യാസിൽ വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഒന്ന് ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുന്ന സമയത്ത് ഉണക്കമുന്തിരിയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. രണ്ടും കൂടി ഒന്നിച്ചിടണ്ട. ഉണക്കമുന്തിരി പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അപ്പൊ ഇനി ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടി ഒന്ന് വറുത്തിട്ട് കോരി മാറ്റാവുന്നതാണ്. കബ്സ തയ്യാറായി കഴിഞ്ഞതിന് ശേഷം അതിന്റെ മുകളിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് ഇനി ഇതൊന്ന് കോരി മാറ്റി വെക്കാം. രണ്ടും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ നെയ്യിലേക്ക് തന്നെ ചിക്കൻ ഇട്ട് കൊടുക്കാം. എല്ലാ ചിക്കൻ പീസും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് 2 സൈഡും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്താൽ മതി. കാരണം നമ്മൾ അവിടെ തന്നെ നിന്നിട്ട് ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്താൽ മതി. ചിക്കനൊക്കെ ഓൾറെഡി വെന്തതാണ്. ജസ്റ്റ് ഒന്ന് കളറിന് വേണ്ടിയിട്ടും കുറച്ചും കൂടി ഒന്ന് കുരുമുളക് പൊടിന്റെ ആ എരിവ് ഇതൊക്കെ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത് പെട്ടെന്ന് തന്നെ 2 സൈഡും ഒക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് പെട്ടെന്ന് ജസ്റ്റ് കളറൊക്കെ ആയി വരുന്ന വരെ ഒന്ന് ചെയ്താൽ മതി. ആ ടൈമിൽ തന്നെ നമുക്ക് ചോറൊന്ന് തുറന്ന് നോക്കാം. അപ്പൊ ചോറിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ചോറ് നന്നായിട്ട് തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ചെറുതായിട്ട് ഒട്ടിപ്പിടിക്കുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അത് ചൂടോടക്കാനായിട്ടാണ് കേട്ടോ. ചൂടാറി കഴിഞ്ഞാൽ ഈ അരിയൊക്കെ വിട്ട് വരും. അപ്പൊ കബ്സ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്.
ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ചിക്കന്റെ പീസുകളെല്ലാം ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എല്ലാ ചിക്കൻ പീസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്ത് കോരി വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും കൂടി ഒന്ന് ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റും കൂടി ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വെക്കണം, കാരണം ഇതിൽ വെള്ളമൊന്നും ഇല്ല, അടി പിടിക്കുകയോ ചെയ്യരുത്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് 2 മിനിറ്റ് ഒന്ന് ഇങ്ങനെ വേവിച്ചാൽ മതി. അപ്പോഴേക്കും ചിക്കൻ കബ്സ ഇവിടെ റെഡിയായി. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ചിക്കൻ കബ്സ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ്. കബ്സ മസാല മാത്രമേ നമ്മൾ ചേർത്തിട്ടുള്ളൂവെങ്കിൽ അതിന്റെ തന്നെ ഫ്ലേവർ ഇതിലേക്ക് നന്നായിട്ടുണ്ടാവും. ഇതിങ്ങനെ ചൂടോടെ നിൽക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്ന പോലെയൊക്കെ തോന്നുന്നത്. കുറച്ചും കൂടി ചൂടൊക്കെ ആറിക്കഴിഞ്ഞാൽ ഈ അരിയൊക്കെ വിട്ട് വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ആ താഴെ കാണുന്ന റെഡ് കളർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മതി. അതിന്റെ അടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടണും കൂടിയൊക്കെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.